ഇസ്രായേലും അമേരിക്കയും കിടുവാണ്, പൊളിയാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്. ഓക്കെ. ഇത് കാണുന്ന പ്രേക്ഷകർ ഒന്ന് ചിന്തിക്കും, ഇവരെന്താ എന്ത് മാങ്ങത്തൊലി ഈ പറയുന്നേ? കഴിഞ്ഞ ദിവസം വരെയും ഇസ്രായേലും അമേരിക്ക കുറ്റം പറഞ്ഞ ഒരാൾ പെട്ടെന്ന് എന്താ മനസ്സ് മാറിയത്? മനസ്സ് മാറാനുള്ള കാരണമുണ്ട്. നമ്മളൊക്കെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയൊക്കെ ക്രൂര നടപടികളും മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടലും അവിടുത്തെ യുദ്ധം ചെയ്ത് പാവങ്ങളെ കൊന്നൊടുക്കലും ഒക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ അവരെ സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് നമുക്കെല്ലാം അറിയാം, എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരാളും അയാളുമായിട്ട് ബന്ധപ്പെട്ട ദുരൂഹ സംഭവങ്ങളും ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇന്നിതാ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. പുറത്തുവിട്ടത് FBI ആണ്. യഥാർത്ഥത്തിൽ എപ്സ്റ്റീനും എപ്സ്റ്റീന്റെ ദ്വീപും യഥാർത്ഥത്തിൽ എപ്സ്റ്റീനും എപ്സ്റ്റീന്റെ സംഘടനയും ദ്വീപും അവിടെയുള്ള ആളുകളും ഒക്കെ മൊസാദ്, ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ B ടീമായിരുന്നു എന്നുള്ളതാണ് FBI പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. അപ്പൊ എന്താ സംഭവം? അവര് കിടുവല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് എപ്സ്റ്റീൻ ലിസ്റ്റിൽ നമുക്കറിയാം, നമ്മളൊക്കെ ലോകത്തിന്റെ നേതാക്കന്മാരായി ബഹുമാനിച്ചു കണ്ടിരുന്ന ആളുകളുടെ യഥാർത്ഥ മുഖം. ഒരു നിമിഷം എപ്സ്റ്റീനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രോ, ഇത് അറിയാത്തവർക്ക് എന്ന് പറഞ്ഞു തരികയാണ്. എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഒരു സാത്താനെ ആരാധിക്കുകയും അതുപോലെ തന്നെ ലോകത്തിന്റെ ഉള്ള എപ്സ്റ്റീനെ കുറിച്ച് അറിയാത്തവർക്ക് ചുരുക്കം ചില 1-2 വാക്കുകൾ ഒന്ന് പറഞ്ഞുതരാം. എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരാൾ, അയാൾ അമേരിക്കക്കാരനാണ്. എപ്സ്റ്റീനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് ചെറിയൊരു ഇൻട്രോ അയാളെ കുറിച്ച് തരാം. അയാൾ എന്ന് പറയുന്നത്, ഇനി എപ്സ്റ്റീനെ കുറിച്ച് അറിയാത്തവർക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രോ ഞാൻ തരാം. അതായത് എപ്സ്റ്റീൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ നാശത്തിന്റെ വക്താവ് എന്നൊക്കെ പറയേണ്ടി വരും. സാത്താനെ ഒരു ദ്വീപൊക്കെയുണ്ട്. ഓക്കെ. ഈ സാത്താനെ ആരാധിക്കുകയും അതുവഴി ഈ സാത്താന്മാരെ പ്രേരിപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് അറിയോ? കൊച്ചു പെൺകുട്ടികളെ, 5, 6, 7 വയസ്സുള്ള പെൺകുട്ടികളെ റേപ്പ് ചെയ്ത് കൊന്ന് അവരെ ബലിയർപ്പിച്ച്, ആ സാത്താന് വേണ്ടി ബലിയർപ്പിച്ച് ആ ഭക്ഷണം കഴിക്കുകയും അതുവഴി ആനന്ദം കണ്ടെത്തുകയും അതുവഴി അവർക്ക് സാമ്പത്തിക ഉന്നമനങ്ങളും മറ്റുമൊക്കെ കിട്ടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ലോകത്താകമാനം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു ടീമാണ് എപ്സ്റ്റീൻ എന്ന് പറയുന്നത്. എപ്സ്റ്റീൻ ഒരു പ്രത്യേക ദ്വീപൊക്കെ ഉണ്ട്. ആ ദ്വീപിൽ ലോക നേതാക്കന്മാരൊക്കെ ചെല്ലും. അവിടെ സെക്സിന്റെ, അതായത് കുട്ടികളുടെ പ്രാകൃതമായ സെക്സിന്റെ കേന്ദ്രമാണ് അവിടെ. അതൊക്കെ ഇഷ്ടപ്പെടുന്ന ലോക നേതാക്കന്മാരായ ആളുകൾക്ക് അവിടെ ചെല്ലുകയും അവരെ ഉപയോഗിക്കുകയും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. അതിന്റെ വീഡിയോ അടങ്ങുന്ന ഫയൽസ് ആണ് ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഞാൻ പറയാൻ വന്ന കാര്യം വേറൊന്നുമല്ല, അമേരിക്കയെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും പറയാനായിട്ട് വന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് മോദിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് വരെ എപ്സ്റ്റീൻ ഫയൽസിൽ മോദി അദ്ദേഹത്തിന്റെ പേര് വരുന്നത് തലേ ദിവസം വരെയും അമേരിക്കയുടെ എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നെഞ്ചു വിരിച്ചുകൊണ്ട് പോടാ പുല്ലേ എന്ന് പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രി. ആലോചിച്ച് നോക്കണം. റഷ്യയുമായിട്ടുള്ള നല്ല ബന്ധം, അതുപോലെ തന്നെ ചൈനയായിട്ടുള്ള നല്ല ബന്ധം ഒക്കെ, അതായത് ലോകത്ത് മറ്റൊരു ശക്തി കൂടി, അതായത് ലോകത്ത് ഒരു ശക്തി കൂടി രൂപീകരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഇന്ത്യ, ചൈന, റഷ്യ, ഇറാൻ അതുപോലുള്ള ലോകരാഷ്ട്രങ്ങളൊക്കെ ഒന്നിച്ച് നിന്ന് ഒറ്റക്കെട്ടായി അമേരിക്കയെ പ്രതിരോധിച്ച് തോൽപ്പിച്ച് വന്ന സാഹചര്യത്തിൽ മെനഞ്ഞാതൊരാൾ കാര്യം പറയുന്നേ, നെഞ്ചും വിരിച്ച് മോദി നിന്നിരുന്നു. അമേരിക്ക റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കരുതെന്ന് പറഞ്ഞു, അത് വാങ്ങിക്കുമെന്ന് പറഞ്ഞു. ചൈനയായിട്ട് ബന്ധം തുടരുമെന്ന് പറഞ്ഞു, അത് തുടർന്നുകൊണ്ടിരുന്നു. ഇറാനുമായി സഹകരിക്കരുതെന്ന് പറഞ്ഞു, സഹകരിച്ചുകൊണ്ടിരുന്നു. വെനീസ്വലയിൽ നിന്ന് എണ്ണ വാങ്ങിക്കണമെന്ന് പറഞ്ഞു, വാങ്ങിക്കത്തില്ലെന്ന് തന്നെ പറഞ്ഞു. ഓക്കെ. ഇതൊക്കെ നടന്നു വരുമ്പോഴാണ് മെനഞ്ഞാന്ന് എപ്സ്റ്റീൻ റിപ്പോർട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് കൂടി അതിനകത്ത് ആ ഫയലിൽ വരുന്നത്. അദ്ദേഹം അവിടെ ചെന്നിട്ടുണ്ടെന്നും അവിടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്നൊക്കെയാണ് പുറത്തുവിട്ട. പൂർണ്ണമായ റിപ്പോർട്ട് പുറത്തു വന്നില്ല, ചില റിപ്പോർട്ടുകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ആ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പിറ്റേ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തൊക്കെ ആജ്ഞാപിച്ചോ, എന്തൊക്കെ ഇന്ത്യയിൽ ഉത്തരവിറക്കിയോ, അതെല്ലാം ഒരക്ഷരം തെറ്റാതെ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ മോദി സമ്മതിച്ചു, എഗ്രിമെന്റ് കൊടുത്തു. ഇന്നലെ മുതൽ അതിന്റെ നടപടികളും ആരംഭിച്ചു. സത്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലും തളർത്താനും തകർക്കാനും കഴിവുള്ള അമേരിക്കൻ ഇസ്രായേൽ സംഘടനയാണ് മൊസാദ് എന്ന് തെളിയിച്ചില്ലേ? അവർക്ക് യുദ്ധമില്ലെങ്കിൽ മറ്റൊരു വഴി ബ്ലാക്ക് മെയിലിംഗ്. ഇതിൽ തന്നെ വ്യക്തമായിട്ട് ഈ FBI റിപ്പോർട്ടിൽ പറയുന്നുണ്ട്,
ബ്ലാക്ക് മെയിലിംഗ് ആണ് ഈ മൊസാദ്. ഒന്നും നടന്നെങ്കിൽ, യുദ്ധവും പണവും സ്വാധീനവും ഒന്നും നടന്നില്ലെങ്കിൽ മറ്റൊരു വഴിയാണ് അവരുടെ ബി പ്ലാൻ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരു പ്ലാനാണ്. ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരെ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ മറ്റു രീതിയിലുള്ള വീഡിയോ ഷൂട്ട് ചെയ്ത് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അമേരിക്ക ഇസ്രായേൽ പറയുന്ന ട്രാക്കിലേക്ക് കൊണ്ടുവരിക. അത് നടന്നു കഴിഞ്ഞു. ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. ഇത് കാണുന്ന സംഘപരിവാറിന്റെ ആളുകളാണ് കൂടുതൽ ഇത് വിമർശിക്കുന്നത്. പക്ഷെ നിങ്ങളത് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞ 3 ദിവസം മുമ്പ് വരെയും ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം നോ എന്നും അമേരിക്കയോട് പറഞ്ഞുവെങ്കിൽ എപ്സ്റ്റീൻ റിപ്പോർട്ടിൽ പേര് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ എല്ലാം എസ് ആണ്. എവിടെ പോയി 56 ഇഞ്ച് നെഞ്ചളവും അതിലെ ചങ്കൂറ്റവും ഒക്കെ തകർന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ തകർക്കാൻ കഴിവുള്ള ആളുകളാണ് മൊസാദ് എന്ന് പറയുന്നത്. അപ്പൊ അവർ അംഗീകരിച്ചല്ലേ പറ്റൂ. ലോക നേതാക്കന്മാരെ വരുതിയിൽ വരുത്താൻ അവർക്ക് മറ്റു വഴികൾ ഉണ്ട്, അവരുടെ കയ്യിലുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി പോലും ആ വഴിക്ക് പോയില്ലേ. വെനീസ്വലൻ എണ്ണ, റഷ്യയിൽ നിന്നും എണ്ണ മേടിക്കരുത് അമേരിക്ക ഉത്തരവിട്ടു, അതനുസരിച്ചു. വെനീസ്വലൻ എണ്ണ മേടിക്കണം എന്ന് പറയാം. വെനീസ്വലൻ നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസം മുമ്പ് വെനീസ്വലൻ പ്രസിഡന്റിനെ അവിടുന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഇപ്പൊ അവിടുത്തെ എണ്ണപ്പാടം മുഴുവൻ അമേരിക്കയുടെ കയ്യിലാണ്. അപ്പൊ അമേരിക്ക പറഞ്ഞു, വെനീസ്വലത്തിൽ ഞങ്ങളുടെ എണ്ണ വാങ്ങിച്ചാൽ മതി. യെസ് സാർ, വാങ്ങിച്ചു തുടങ്ങി. ഇന്നലെ തന്നെ 20 ലക്ഷം ടൺ, 20 ലക്ഷം മെട്രിക്, ഇന്നലെ തന്നെ 20 ലക്ഷത്തിലേറെ ലിറ്റർ, ഇന്നലെ തന്നെ 20 ലക്ഷത്തിലേറെ ബാരൽ എണ്ണയാണ് റിലയൻസ് ഈ വെനീസ്വലയിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ വ്യാപാര കരാർ, അമേരിക്കയ്ക്ക് എന്തു വേണമെങ്കിലും 0 തീരുവയിൽ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാം. പക്ഷെ നമുക്ക് അങ്ങോട്ട് ചെയ്യണമെങ്കിൽ 18% തീരുവ കൊടുക്കണം. നമ്മുടെ രാജ്യം ഇത് എങ്ങോട്ടാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ രാജ്യം ഇത് എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? നമ്മളൊക്കെ കഴിഞ്ഞ എത്ര വർഷം മുമ്പ് വരെയും, 10-14 വർഷം മുമ്പ് വരെയും രാജ്യത്തിന് അഭിമാനമായി ഓരോ ഇന്ത്യൻ പൗരനെയും തലയുയർത്തി നിന്ന് നമ്മൾ ഇന്ന് അമേരിക്കയുടെ അടിമകളായി മാറിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ ഉത്തരവിറക്കുന്നു, അത് ഇന്ത്യ നടപ്പാക്കുന്നു. പണത്തെക്കാളേറെ അഭിമാനത്തിന് വില കൽപ്പിക്കുന്നവരാണ് ഇന്ത്യൻസ് എന്ന് പറയുന്നത്. അത് പണ്ട് ഒറ്റിയവരും ഷൂ നക്കിയവരും അല്ല. പണ്ട് ബ്രിട്ടീഷ് പടയാളികൾ, എടാ നീയൊക്കെ ആയുധം വെച്ച് കീഴടങ്ങും, നീയൊക്കെ മാപ്പ് പറയുമെന്ന് പറഞ്ഞപ്പോ, ഓടാ പുല്ലേ നീ എന്നെ നെഞ്ചിലേക്ക് വെടിവെച്ച് എന്നെ കൊല്ലടായി, ഞാൻ ഇന്ത്യയിൽ കിടന്ന് ഈ മണ്ണിൽ കിടന്ന് മരിക്കണം എന്ന് പറഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നാടായ നമ്മൾ ആ ഒരു പാരമ്പര്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്നാൽ ഇന്ന് അത് അടിയറ വെച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ മുന്നിൽ നമ്മൾ അടിയറ വെച്ചിരിക്കുകയാണ്. നമ്മളിനി അവരെ കയ്യിലാണ്, അമേരിക്കയുടെ കയ്യിലാണ്, മൊസാദിന്റെയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെ കയ്യിലാണ് നമ്മൾ. അങ്ങനെ ആയിപ്പോയി. ഇനി അവരെന്തു പറയുന്നു അത് അക്ഷരം പ്രതി ഇന്ത്യയിൽ നടപ്പിലാക്കി പറ്റൂ. കാര്യം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സർക്കാർ ഉള്ളത്. ഇവിടെ നമ്മൾ അടിമകളാണെന്ന് അമേരിക്ക പറയുമ്പോഴും, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡിന്റെ ഉത്തരവ് ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഇവിടെ ആണുങ്ങളുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും അമേരിക്കയെ നീ മറക്കരുത്, ഇസ്രായേലെ നീ മറക്കരുത്. ഇന്ത്യൻ മണ്ണിൽ ലക്ഷക്കണക്കിന് നട്ടെല്ലുള്ള ആൺകുട്ടികൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. നിന്റെ ഒന്നും അടിമകളാകാൻ തയ്യാറാകാതെ ഇന്നും തലയൂർത്തി ഇന്ത്യൻ എന്ന നിലയിൽ ഞങ്ങളോട് ജീവിക്കും. നിങ്ങളൊക്കെ ഇനി എന്തൊക്കെ ഇന്ത്യയിൽ നടപ്പിലാക്കിയാലും നിങ്ങളുടെ മുന്നിൽ മാപ്പ് പറയാനോ നിങ്ങളെ അനുസരിക്കാനോ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ യഥാർത്ഥ ഇന്ത്യക്കാർ തയ്യാറല്ല. ഇതൊക്കെ മാറി നല്ലൊരു കാലം ഇന്ത്യയിൽ തിരിച്ചു വരും. വളരെ നന്ദി.